അങ്ങനെ വരുന്നില്ലേ എന്ന് ചോദിച്ച അവസാനം വിസ്മയ മോഹൻലാൽ തൻ്റെ കരിയർ തുടങ്ങാൻ പോവുകയാണ്. തൻ്റെ ആദ്യത്തെ സിനിമയായ തുടക്കം എന്ന സിനിമയിലൂടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത് മോഹൻലാൽ ചെറിയ ഗസ്റ്റ് റോളിലൊക്കെ വരുന്ന ഒരു സിനിമയാണ്. നോക്കാം ട്രെയിലർ എങ്ങനെയുണ്ടെന്നുള്ളത്. മര്യാദയ്ക്ക് പഠിച്ചൊരു ജോലി വാങ്ങാൻ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയക്ക് ഏത് എക്സാം എഴുതിയാലും ലിസ്റ്റിലുണ്ട്. എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത? എനിക്ക് തോന്നുന്നത് ഈ പഴയ ജയറാം സിനിമയൊക്കെ ഉണ്ടല്ലോ, ഈ കുറച്ച് നാട്ടുപ്രദേശത്തെ കഥകളൊക്കെ പറയുന്ന ഒരു സിനിമയാണെന്ന്, അങ്ങനെ ആ ഒരു ടൈപ്പ് സിനിമയാണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. ഒരു എൻട്രി ഒക്കെ കൊടുത്തിട്ടുണ്ട് വിസ്മയ മോഹൻലാലിന്. പക്ഷെ അതൊരുമാതിരി ക്ലീശ സാധനമായെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ സീരിയലിലൊക്കെ ഉണ്ടല്ലോ, ഈ സീരിയലിൽ ഈ അമ്മായിമ്മ മരുമകളൊക്കെ വരുമ്പോൾ കൊണ്ട് ഒരുമാതിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെയാണ് എനിക്ക് തോന്നിയത്. സാധനം കുറച്ച് സീരിയസ് ആയിട്ട് വരും. മറ്റേ ബോബി കുര്യനൊക്കെ ഉണ്ട്. ബോബി കുര്യൻ പണി സിനിമയിലൊക്കെ വന്നിട്ട് വൻ അഭിനയമായിരുന്നു. പുള്ളി ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ പുള്ളി കാണിച്ചിട്ടിട്ട് പോയ ഒരാളാണ്. ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വെച്ചാൽ മറ്റേ ദൃശ്യം സിനിമയിൽ മറ്റേ ഇവനെ കൊന്നിട്ട് മോഹൻലാൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾ അതിനെപ്പറ്റി ആരും ഓർക്കണ്ട എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതുപോലെ ഉണ്ട്. ആശിഷ് ജോ ആന്റണി എനിക്ക് തോന്നുന്നു വില്ലനാണോ ഒന്നും അറിഞ്ഞൂടാ. പുള്ളിയുടെ വൻ കിടിലൻ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. പുള്ളി മറ്റേ എമ്പുരാനിലൊക്കെ വന്ന സമയത്ത് ആൾക്കാരൊക്കെ ഒരുപാട് വിമർശിച്ചാണ് പുള്ളിയെ. പക്ഷെ എനിക്കെന്തോ പുള്ളിയുടെ ആ എൻട്രി സീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ആളുകൾ അത്ര വിമർശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കാം. തുടക്കം. അങ്ങനെ മോഹൻലാലിൻ്റെ ഒരു ചെറിയ ഇൻട്രീസിനൊക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നൊന്നും പറഞ്ഞുകൂടാ. എനിക്ക് പ്രതീക്ഷ ആകെ ജൂഡ് ആന്റണിയിലാണ്. പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന 2018 സിനിമകൾ പോലൊക്കെ ഉള്ളത് 5-6 സാധനങ്ങളാണ്. പുള്ളിയുടെ ഡയറക്ഷനിൽ എനിക്ക് എന്തായാലും ഡൗട്ടില്ല. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ ആ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ഓടായിട്ടാണ് എനിക്കത് ഭയങ്കര തോന്നിയത്. ഭയങ്കര ഒരു ക്ലീശ സാധനം പോലെ. പക്ഷെ ജെയ്ക്സ് ബിജോ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. പുള്ളിയുടെ ഇതിനെ ഇറങ്ങിയ പാട്ട് ഞാൻ കേട്ടു. അതൊക്കെ എനിക്ക് പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല, കണ്ടറിയേണ്ടി വരും. എന്തായാലും നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം.